ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പ്രണയബന്ധത്തിൽ അത് ഒരു ബോയ്ക്കാവാം ഗേൾക്കാവാം അവർക്ക് നിങ്ങളൊരു ഓപ്ഷൻ മാത്രമാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് ടിപ്സാണ് ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒട്ടും ലേറ്റാക്കണം, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഫസ്റ്റ് പോയിന്റ് ആയിട്ട് വരുന്നത്, നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു ടൈം അവർ നിങ്ങൾക്ക് ഒരിക്കലും തരില്ല എന്നുള്ളതാണ്. കാരണം ഒരു റിലേഷൻഷിപ്പ് ആകുമ്പോൾ അവിടെ ടൈം നമ്മൾ കൂടുതൽ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ കൂടുതൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുള്ളൂ. ഇങ്ങനെ കൂടുതൽ കമ്മ്യൂണിക്കേഷൻ വരുമ്പോഴാണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ കൂടുതൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോഴാണ് ആ ഒരു റിലേഷൻ കൂടുതലായിട്ട് ഗ്രോ ചെയ്യുക. അപ്പോൾ ഒട്ടും ടൈം അവിടെ രണ്ടുപേരും സ്പെൻഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങൾക്ക് ഒട്ടും ടൈം തരുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻ പിന്നെ മുമ്പോട്ട് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഇങ്ങനത്തെ വ്യക്തികൾ, നിങ്ങളെ വെറും ഒരു ഓപ്ഷനായിട്ട് മാത്രം കാണുന്ന വ്യക്തികൾ, നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ടൈമും അവിടെ സ്പെൻഡ് ചെയ്യില്ല എന്നുള്ളതാണ് നിങ്ങളോടൊപ്പം. അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്വഭാവം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും സ്വഭാവത്തിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനിയും ചിന്തിക്കാനുള്ള സമയമുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്രേ ഉള്ളൂ. നമ്മളെ ഒരു ഓപ്ഷനായിട്ട് മാത്രം കാണുന്ന വ്യക്തികൾ അവരൊരിക്കലും നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന ഒരു ടൈം നമ്മളുമായിട്ട് ഒരിക്കലും സ്പെൻഡ് ചെയ്യാൻ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. അവർ ആ ടൈം നമുക്ക് തരുമില്ല. സെക്കൻഡ് പോയിന്റ് ആയിട്ട് വരുന്നത്, നിങ്ങളെ എപ്പോഴും അവരൊരു ഫ്രണ്ട്സിൻ്റെ ഒരു കാറ്റഗറിയിലായിരിക്കും ഉൾപ്പെടുത്തുന്നുണ്ടാവുക. അപ്പോൾ അവരറിയുന്ന ഒരു വ്യക്തികൾക്ക് പോലും നിങ്ങളെ ഒരു ഫ്രണ്ട് എന്നുള്ള ഒരു ലേബലിലായിരിക്കും അവർ പരിചയപ്പെടുത്തുന്നുണ്ടാവുക. എപ്പോഴും നിങ്ങൾക്ക് ഈ ഒരു സ്വഭാവം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയിൽ കാണാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ അവർ നിങ്ങളൊരു ഓപ്ഷനായിട്ടാണ് കണ്ടുക്കണമെന്ന് വേണം അതിൽ മനസ്സിലാക്കാനായിട്ട്. തേർഡ് പോയിന്റ് ആയിട്ട് വരുന്നത്, അവരുടെ ജീവിതത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളൊന്നും അവരൊരിക്കലും നിങ്ങളോട് ഷെയർ ചെയ്യില്ല എന്നുള്ളതാണ്. കാരണം നിങ്ങളുമായി ഒരു ഫ്യൂച്ചർ അവർ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. അപ്പോൾ തന്നെ അവരുടെ പ്ലാൻസും അതുപോലെ തന്നെ അവരുടെ ഗോൾസും അവരുടെ ലക്ഷ്യങ്ങളും ഒന്നും ഒരു കാര്യവും അവരുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും നിങ്ങളോട് അവർ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് തന്നെ അവർ നിങ്ങളൊരു ഓപ്ഷനായിട്ട് മാത്രം കാണുന്നു എന്നുള്ളതാണ്. നിങ്ങളോട് ഒരു ജെനുവിൻ റിലേഷൻഷിപ്പ് അവർക്ക് താല്പര്യമില്ല എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനത്തെ രീതിയിലുള്ള പെരുമാറ്റങ്ങളൊക്കെ അവരുടെ സ്വഭാവത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഉള്ള ഒരു നേച്ചർ നിങ്ങൾ ആരുടെയെങ്കിലും ഒരു സ്വഭാവത്തിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇനിയും തിങ്ക് ചെയ്യാനുള്ള സമയമുണ്ട്. ഫോർത്ത് പോയിന്റ് ആയിട്ട് വരുന്നത്, നിങ്ങളുമായി യാതൊരു തരത്തിലുള്ള കമ്മിറ്റ്മെന്റിനും അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. യാതൊരു തരത്തിലുള്ള നിങ്ങളുമായി ഒരു കാര്യങ്ങൾക്കും താല്പര്യം ഉണ്ടാവില്ല എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾ ഇത് ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കും. നിങ്ങൾക്ക് അവരുമായുള്ള ബന്ധം അല്ലെങ്കിൽ അവർക്ക് നിങ്ങളുമായുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ അവർ ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കും. അപ്പോൾ ഇങ്ങനെ ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും അവരിങ്ങനെ മാറി മാറി നിൽക്കുന്നുണ്ടാവും ഈ ഒരു കാര്യത്തിൽ നിന്നൊക്കെ. അപ്പോൾ ഇതും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതും അവരൊരു ഓപ്ഷനായിട്ട് കാണുന്നു എന്നുള്ളതിൻ്റെ ഒരു കാര്യമാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ നിങ്ങളുടെ മാരേജിനെ കുറിച്ച് സംസാരിക്കുകയാണ്. മാരേജ് എങ്ങനെ വേണം, അതുപോലെ തന്നെ എവിടെ വെച്ചായിരിക്കണം, നല്ല രീതിയിൽ നടത്തണം എന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോഴും അവർക്കൊരു താല്പര്യമില്ലായ്മ പോലെ, അല്ലെങ്കിൽ ഇതൊന്നും നടക്കില്ല, ഇതൊരിക്കലും ഇമ്പോസിബിൾ അല്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ടോട്ടലി ഒരു നെഗറ്റീവായിട്ട് കാണുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ ഇതും നിങ്ങളൊരു ഓപ്ഷനായിട്ട് കാണുന്നു എന്നുള്ളതിൻ്റെ ഒരു സൈനാണ്. ഏറ്റവും അവസാനത്തെ പോയിന്റ് ആയിട്ട് വരുന്നത്, നിങ്ങളെക്കുറിച്ച് അവരൊന്നും ചോദിക്കില്ല എന്നുള്ളതാണ്. മാത്രമല്ല നിങ്ങളെക്കുറിച്ച് ഒരു കാര്യവും അറിയാനായിട്ട് അവർ ശ്രമിക്കില്ല. അപ്പോൾ നിങ്ങളുടെ സ്വഭാവത്തിലെ പോസിറ്റീവ് കാര്യങ്ങളും അല്ലെങ്കിൽ നെഗറ്റീവ് കാര്യങ്ങളും ഒന്നും അവർക്ക് അറിയാൻ യാതൊരു താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളൊരു വ്യക്തിയിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അവർ നിങ്ങളൊരു ഓപ്ഷനായിട്ട് മാത്രം കാണുന്നു എന്നാണ് അതിൻ്റെ ഒരു മീനിങ് വരുന്നത്. കൂടാതെ ഇതിന് വേറെയും ഒരു കാര്യം നമുക്ക് കാണാനായിട്ട് പറ്റും. ഇങ്ങനെ നിങ്ങളെക്കുറിച്ച് ഒരു കാര്യം അന്വേഷിക്കുന്നില്ല, അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു കാര്യം അവർ ചോദിക്കുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ നമ്മൾ ഫേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ അവരെ കുറിച്ച് എന്തെങ്കിലും ചോദിക്കുകയാണ്, അവരുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയാൻ ശ്രമിക്കുകയാണ് എന്നുള്ളൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ എന്ന് വിചാരിക്കുക. അപ്പോൾ തിരിച്ചും അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു സംഭവം പേടിച്ചിട്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളെ കാര്യങ്ങളൊന്നും അവർ അന്വേഷിക്കാത്തത്, അതുപോലെ തന്നെ നിങ്ങളെക്കുറിച്ച് കൂടുതൽ അടുത്തറിയാൻ അവർ ശ്രമിക്കാത്തത്. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവും എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ കാണുന്നത് വരെ താങ്ക് യു.